ആകാശമെന്നാൽ നമ്മൾ ചിന്തിക്കുന്നതെന്താണ്? നീലവാനം, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. പക്ഷേ ആ ആകാശത്തിനപ്പുറം മനുഷ്യൻ നിർമ്മിച്ച ഒരു അത്ഭുതമുണ്ട്. അതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ഒരു ഭീമൻ ബഹിരാകാശ ലാബാണ്. ഇതിൽ മനുഷ്യർ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഭൂമിക്ക് പുറത്തുള്ള ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഘടനയാണിത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ ഓരോ 90 മിനിറ്റിലും ഭൂമിയെ ചുറ്റി ഒരിക്കൽ ഭ്രമണം ചെയ്യുന്നു. അതായത് ഒരു ദിവസം 16 തവണ ഉദയം, അസ്തമയങ്ങൾ. അമേരിക്കയിലെ നാസ, റഷ്യയിലെ റോസ്കോസ്മോസ്, യൂറോപ്പിലെ ഇസ, ജപ്പാനിലെ JAXA, കാനഡയുടെ SA തുടങ്ങിയ ബഹിരാകാശ ഏജൻസികൾ 1998 ൽ ഈ പ്രൊജക്ട് ആരംഭിച്ച് പല ഭാഗങ്ങളായി കെട്ടിപ്പൊക്കി വലിയ നിലയമാക്കി മാറ്റി. അവിടെ ജീവിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇരിക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും പ്രത്യേകം ഒരുക്കങ്ങളുണ്ട്. മിതമായ ആകർഷണശക്തിയുള്ളതിനാൽ എല്ലാം ഈന്തിക്കൊണ്ടാണ് നടക്കുന്നത്. വെള്ളം കുടിക്കാനും പോലും വ്യത്യാസമാണ്. ഇവിടെ ജൈവശാസ്ത്രം, ഫിസിക്സ്, മെഡിസിൻ, പൊടുന്നനുള്ള രാസവിമർശനം തുടങ്ങിയ മേഖലകളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഭൂമിയിലെ രോഗങ്ങൾക്കും പുതിയ മരുന്നുകൾക്കും സഹായകരമായ കണ്ടെത്തലുകൾ ഇവിടെ നിന്ന് ഉരുത്തിരിയുന്നു. നാസ അല്ലെങ്കിൽ സ്പേസ് എക്സ് പോലുള്ള കമ്പനികളുടെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ബഹിരാകാശ സഞ്ചാരികൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ യിലേക്ക് പോകുന്നു. അവിടെ എത്താനും നിലയത്തിൽ കയറാനും പ്രത്യേക ഡോക്കിംഗ് സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയും ഇപ്പോൾ ഗഗ്നിയാൻ എന്ന പദ്ധതി വഴി സ്വന്തം ബഹിരാകാശ യാത്രികനെ അയക്കാൻ ഒരുങ്ങുകയാണ്. ഇനിയും നാളുകളിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കാലുകുത്താൻ സാധ്യത നമ്മൾ ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തിലും നമ്മുടെ ചുവട് വെച്ചു കഴിഞ്ഞിരിക്കുന്നു.